സംസ്ഥാനത്ത് മഴ ശക്തമാകുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇടുക്കി ഏലപ്പാറ പുല്ലാട്ടുപടി പാലം കനത്ത മഴയിൽ തകർന്നതോടെ 100ഓളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. 2018 പ്രളയത്തിൽ കോൺക്രീറ്റ് പാലം ഒലിച്ചു പോയിരുന്നു. പിന്നീട് നാട്ടുകാർ നിർമ്മിച്ച തടിപ്പാലമാണ് ഇത്തവണ തകർന്നത്. ഇടുക്കി ഏലപ്പാറ പഞ്ചായത്തിലെ കൊച്ചുകരിന്തിരിവിയുമായി പുതുവൽ നിവാസികളെ ബന്ധിപ്പിക്കുന്നത് പുല്ലാട്ടുപടി പാലമാണ്. 2018 പ്രളയത്തിൽ ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയി. പിന്നീട് നാട്ടുകാർ ചേർന്ന് തടിപ്പാലം നിർമ്മിച്ചു. ഇതും ഇത്തവണത്തെ മഴയിൽ തകർന്നു. ഭയങ്കര കഷ്ടമാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടുന്ന് വണ്ടിയെ കയറ്റി ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ഈ പാലമുള്ള സമയത്ത്. ഇപ്പോൾ അതിന് പോലും അവസ്ഥയില്ല. അതിനേക്കാളും പാടാ. ഭയങ്കര ദുരിതമായിട്ടാണ് ഞങ്ങൾ നിൽക്കുക. 100-300 കുടുംബക്കാരുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ല ഞങ്ങളിപ്പോൾ കഴിയുന്നത്. പാലം തകർന്നതോടെ 100ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ പുതിയ തടിപ്പാലത്തിന്റെ നിർമ്മാണത്തിലാണ്. എല്ലാ വർഷവും ഇതുണ്ടാക്കും, ഇത് പണിയും. നടപ്പാലം വേണമല്ലോ, ഞങ്ങൾ പണിത് വെക്കും. വലിയൊരു വെള്ളപ്പൊക്കം വരും, അതങ്ങ് പോകും. അന്ന് മുതൽ എല്ലാ വർഷവും ഇത് തന്നെ. ഇപ്പോഴും അനുവദിച്ചത് എഗ്രിമെന്റ് വരെ ആയെന്ന് പറയുന്നു. എഗ്രിമെന്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ ഒരു മഴ പെയ്താൽ അത് കൊണ്ടുപോകും. പാലം നിർമ്മാണത്തിന് ഇടുക്കി പാക്കേജിൽ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന് കരാറായിട്ടുണ്ട്. എന്നാൽ പാലം പണി തീരാൻ ഏറെക്കാലമെടുക്കും. അതുവരെ താൽക്കാലിക തടിപ്പാലം മാത്രമാണ് ആശ്രയം. ഏതു മഴക്കാലത്തും ഇവരുടെ അവസ്ഥ ഇതാണ്. ഇനിയെങ്കിലും സഞ്ചാരയോഗ്യമായ ഒരു പാലം വേണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവർ. ഏലപ്പാറയിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.